ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ്ങിലുള്ള കുട്ടികൾക്ക് പറ്റിയ 2 സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിലൊന്ന് നമ്മളെ ഗ്രീൻ പീസും, നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ കിട്ടുന്ന പോലത്തെ ഗ്രീൻ പീസും, പിന്നെ പിസ എന്ന് പറയുന്നത് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണ്. അപ്പോൾ ഇതാ അതിലേക്കുള്ള വെജസ് ഇതാ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി, ക്യാപ്സിക്കോ, പിന്നെ തക്കാളി, ക്യാരറ്റ്, മല്ലിയില, കരിവേപ്പില കട്ട് ചെയ്തിട്ടു കേട്ടോ. ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ടില്ല. അത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒഴിവാക്കും, മക്കൾക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഫസ്റ്റ് തന്നെ ഗ്രീൻ പീസ് ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്കുള്ള ഞാൻ ഈ പച്ചപ്പട്ടാണി ഉണ്ടല്ലോ, അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ പാൻ ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, എന്നിട്ട് അതിലേക്കുള്ള ആദ്യം നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഓരോ ആയിട്ടുള്ള വെജസ് നമുക്ക് ഇടാം കേട്ടോ. പിന്നെ 2 മുട്ട, നിങ്ങൾക്ക് 3 മുട്ട വേണമെങ്കിൽ ഇടാം കേട്ടോ. എനിക്ക് 2 എണ്ണം മതി, അപ്പോൾ ഞാൻ 2 എണ്ണം ഇട്ട്. അപ്പോൾ ഇതാ ക്യാരറ്റും ചെറുങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് അതും ഇടാം. അപ്പോൾ അത് ഏകദേശം സെറ്റായാലും നമുക്ക് തക്കാളി ഇടാം കേട്ടോ. തക്കാളി ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് ബാക്കിയുള്ളതെല്ലാം ഇടാം. പിന്നെ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കണം കേട്ടോ. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റൊക്കെ അറിയിക്കണേ. അപ്പോൾ അത് കറിവേപ്പിലും ക്യാപ്സിക്കും ഇട്ടിട്ടുണ്ട്. പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നൊരു മസാല ഉണ്ടല്ലോ, അതന്നെ ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ. ഗരം മസാല അതും ഒരു 2 സ്പൂൺ ഉണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഓവറായിട്ട് നല്ല കുക്കാവണ്ട കേട്ടോ. കുറച്ച് ഒരു 80% കുക്കായാൽ മതി അതിൻ്റെ ആയിട്ട് ഉള്ളിയും ക്യാരറ്റും ഒക്കെ. പിന്നെ ആ 2 മുട്ട ഇടാം. എന്നിട്ട് നന്നായി ചിക്കി നമ്മൾ ഡ്രൈ ആയി വരുന്ന മുന്നത്തിന് നമ്മൾ എന്താക്കണം, നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചത് അതിലേക്ക് ഇടണം കേട്ടോ. ഇപ്പോൾ ഇതാ അത് സെറ്റായി വരുമ്പോൾ കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ആവശ്യത്തിന് ഇടാം കേട്ടോ. ചിലർക്ക് മുളക് വേണമവർക്ക് അതും ഇടാം. ഞാൻ പിന്നെ കുരുമുളക് പൊടി കുട്ടികൾക്ക് അതാണല്ലോ നല്ലത്. അത് ഞാൻ പിന്നെ അതന്നെ കുറച്ചിട്ട്, കൂടുതൽ എരിവും പറ്റത്തില്ല. അപ്പോൾ ഇതാ കടല ഇളക്കി സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തും കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ഞാൻ ഒലീവ് ഓയിൽ ഒഴിക്കും. അത് ഉണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, ഉള്ളവർ ഒഴിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളതിനെ കൊണ്ട് ഒഴിച്ചെന്നുള്ളൂ. അപ്പോൾ ഇതാ അടിപൊളി നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നമുക്കിവിടെ ഗ്രീൻ പീസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഉണ്ടാക്കാനുള്ളത് നമുക്ക് പിസ്സയാണ്. അപ്പോൾ അത് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം എന്താക്കുക, നമ്മൾ ഈ മല്ലിയില കൊത്തി അരിഞ്ഞതുണ്ടല്ലോ, അത് നന്നായിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത് നമുക്ക് അടുത്തത് പിസ്സ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതാ ഞാനൊരു ബൗളിലേക്ക് ഇളം ചൂടുവെള്ളം ഒരു 1/2 കപ്പ് ഒഴിക്കുന്നുണ്ട്. അതിലൊക്കെ ഒരു 2 ടേബിൾ സ്പൂണ് ഈസ്റ്റ് ഇടാം കേട്ടോ. ഈസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂണ് നമ്മൾ പഞ്ചസാര ഇടണേ ആ ചൂടുവെള്ളത്തിൽ തന്നെ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് അടിച്ചു വെക്കുക. അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വിടാം. സിയമോൾ ഇളക്കണം പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ സിയമോളാണ് അത് മിക്സ് ആക്കുന്നത്. അപ്പോൾ നന്നായി ഇളക്കി വെക്കണം കേട്ടോ. കട്ടില്ലാണ്ട് നല്ല രീതിയിൽ ഇളക്കി വെച്ചിട്ട് നമുക്കത് മൂടി വെച്ച് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഇതാ ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. കട്ടാക്കി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മസാല തേച്ച് വെക്കാം കേട്ടോ.
നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്പൂണ് തൈര് ഒഴിക്കാം. കുറച്ചും കൂടി ഒഴിക്കുന്നുണ്ട് തൈര്. പിന്നെ അതിലേക്ക് നമുക്ക് അതേ ഒരു അളവിൽ നമ്മളെ സോയാ സോസ് ഉണ്ടല്ലോ അത് ഒഴിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ മുളക് പൊടിക്ക് ഉപയോഗിക്കുക നമ്മളെ കാശ്മീർ ചില്ലി പൗഡർ ഉണ്ടല്ലോ അതാണ്. അതുപോലെ 2 സ്പൂൺ ഒഴിക്കാം. നമ്മൾ നല്ല കളറും കിട്ടും, അത്ര എരിവും ഉണ്ടാവില്ലല്ലോ. ഇത് കുറച്ച് ഗരം മസാലപ്പൊടി കേട്ടോ. പിന്നെ ഓർഗാനോ ഉണ്ടെങ്കിൽ അത് ഓർഗാനോ എന്തായാലും പിസക്ക് വേണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഓർഗാനോ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ടും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഉണ്ടാക്കാം. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നമുക്ക് എന്തുണ്ടാക്കാം. അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കി മിക്സാക്കി നമുക്ക് മാറ്റി വെക്കാം. അതൊന്ന് സെറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യാം, മാവ് കുഴക്കാം. കുബൂസിനുള്ള അതിലെന്താ ഇതൊരു 1/2 കപ്പ് പൊടിയാണ് കേട്ടോ, മൈദപ്പൊടിയാണ്. ഇത് ഞാൻ 2 തവണ നല്ലോണം അരച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ പെട്ടെന്ന് കുഴച്ച് കിട്ടും നമുക്ക്. എന്തായാലും അരക്കും, നമ്മൾ കേക്കിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൈദ അരയ്ക്കല്ലോ, അതുപോലെ ചെയ്യട്ടോ. അപ്പോൾ ഏകദേശം ഈസ്റ്റ് സെറ്റായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ പൊടി ഒഴിക്കാനുള്ള പാത്രം എടുത്തിട്ടുണ്ട്. നന്നായി ഈ പൊടി അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കുക കേട്ടോ. ഈസ്റ്റ് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കണേ. ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് നമുക്ക് ഓറിയാനോ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഒരു ഫ്ലേവർ കിട്ടും. അതിനാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ലാസ്റ്റ് കുഴച്ച് കഴിയാൻ നേരത്ത് നമുക്ക് എന്താക്കും, കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡാക്കിയിട്ട് കുഴച്ച് വെക്കാം കേട്ടോ. പിന്നെ ഒരു പാത്രത്തിലും അതിൻ്റെ മുകളിലൊന്ന് സാധാ ഓയിലൊന്ന് സ്പ്രെഡാക്കിയിട്ട് നല്ലതാണ്, കാരണം ഒന്ന് പറ്റി പിടിക്കാണ്ടിരിക്കാൻ. എന്നിട്ട് നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ പൊരിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഇതാ ഏകദേശമൊക്കെ പൊരിച്ച് സെറ്റായിട്ടുണ്ടായിരുന്നേ. ഞാൻ കൂടുതലായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ആവശ്യമുള്ള മാത്രമായിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇതാ ചീസ്, അമൂലിൻ്റെ ചീസാണ് ഞാൻ സ്ലൈഡ് ചീസ് തന്നെ കേട്ടോ, മൊസറല്ല ചീസല്ല, ഇതന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്. അതായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നുള്ളൂ. ഞാനൊന്നിങ്ങനെ പാനിലും ഒന്നിങ്ങനെ ഈ ഒരു മൂടിയിലും വെച്ചിട്ട് നമ്മൾ ഈ ബിരിയാണി പോട്ടുണ്ടല്ലോ, വലിയ പാത്രം എന്തായാലും ഉരുളിയായാലും എന്തായാലും അതിലൊരു ചെറിയൊരു വട്ട് വെച്ച് കൊടുത്തിട്ട് ചൂടായിട്ടാണ് ഈ പ്ലേറ്റിലുള്ളത് ഞാൻ ഇറക്കി വെക്കാം. മറ്റേത് ഇങ്ങനെ സദാ പോലെ തന്നെ സ്റ്റൗവിൻ്റെ മുകളിൽ അങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ അത് കുറച്ച് ആദ്യം നമ്മളതിൽ സോസ് തേച്ച് പിന്നെ കുറച്ച് ഓറിഗാനോ സ്പ്രെഡാക്കി പിന്നെ ചീസിട്ട് ചീസിൻ്റെ മുകളിൽ നമ്മൾ ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ചിക്കന് 2 എണ്ണത്തിലും കൂടി ആക്കിയിട്ട് ചിക്കനും അങ്ങ് ഇട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്താക്കുക, ലേശം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഓർഗാനോ അങ്ങ് മുകളിൽ സ്പ്രെഡാക്കി കൊടുക്കുക. കുറച്ച് ഇട്ടാൽ മതി ഇട്ട് വെക്കാം, നമ്മൾ ഇടയ്ക്ക് ഇടുന്നതുകൊണ്ട് ലേശിച്ചിട്ടാൽ മതി, ഒരു പേരിന് നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ മൂടിയുള്ളത് ഇതിൽ ഇറക്കി വെക്കും കേട്ടോ. അപ്പോൾ നമ്മളെ പിസ്സയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കരുത്. ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. ഓക്കെ, ബൈ.